Hello everyone. Welcome back to Xylem. Welcome back to the world of English. എനിക്കറിയാം നിങ്ങൾ കുറച്ചൊരു ടെൻഷനിലാണ്. ഓണപരീക്ഷ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ എക്സാം ഇംഗ്ലീഷാണ്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. ഡിസ്കോഴ്സുകളുണ്ട്, ഗ്രാമർ ഉണ്ട്, എവിടെയും പഠിച്ചെത്തുന്നില്ല, പഠിച്ചു തീരുമോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം റിലാക്സ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ കൂടെ കുറച്ച് സ്മാർട്ടായിട്ട് കൂടെ വർക്ക് ചെയ്യുക. നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ, അതായത് സെപ്റ്റംബർ 1 നടന്ന ലൈവ് നിങ്ങൾ കാണുക. ഇന്ന് നമുക്ക് വൈകുന്നേരം 7 മണിക്ക് ഒരു മാരത്തൺസ് ഉണ്ട്. അതിൽ നമ്മൾ മുഴുവൻ ഡിസ്കോഴ്സുകളും ഗ്രാമർ ടോപ്പിക്കുകളും ഒക്കെ പഠിക്കും. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഫസ്റ്റ് എക്സാമാണ്, ഉറപ്പായിട്ടും ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് ടെൻഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. നിങ്ങളതിനെ ഭയങ്കര സിമ്പിളായിട്ട് കാണുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക കേട്ടോ. സോ മക്കളെ, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഡയറിയുടെയും ലെറ്ററിൻ്റെയും ഒക്കെ ഫോർമാറ്റ് പഠിച്ചു വെച്ചിട്ടുണ്ടാവും, അപ്രിസിയേഷനൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ നിങ്ങൾ മിസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഡിസ്കോഴ്സാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. നോക്കൂ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. സോ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് എന്താണ് എന്ന് ആദ്യം പഠിക്കണം. എന്നിട്ട് വരാൻ സാധ്യതയുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ഏതൊക്കെയാണ് എന്നുകൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ അതിൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. നോക്കൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ എഴുതിയാൽ മതി. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾ ആദ്യം അതിൽ എന്ത് കൊടുക്കണം? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ കൊടുക്കണം, അല്ലേ? അത് നിങ്ങൾക്ക് ചോദ്യം വായിച്ചാൽ മനസ്സിലാവും എന്താണ് ഹെഡ്ലൈൻ കൊടുക്കേണ്ടതെന്ന്. പക്ഷേ ഹെഡ്ലൈൻ കൊടുക്കാതെ നിങ്ങൾ തുടങ്ങരുത്. അടുത്തത്, നിങ്ങളിവിടെ ബൈ ലൈൻ കൊടുക്കണം. ബൈ ലൈൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആരാണ് ഇത് എഴുതിയത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് ഇതിലെ എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബൈ ലൈൻ എന്ന് വെച്ചാൽ ബൈ ഹും ദ ആർട്ടിക്കിൾ ഓർ ദ ന്യൂസ് ഈസ് റിപ്പോർട്ടർ. നിങ്ങളിവിടെ ബൈ ലൈൻ്റെ സ്ഥലത്ത് എന്ത് കൊടുത്താൽ മതി? സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് കൊടുത്താൽ മതി. തൊട്ട് താഴെ എന്ത് ചെയ്യുക? ഡേറ്റ് ലൈൻ, ഡേറ്റ് കൊടുക്കുക. ഞാൻ എക്സാമ്പിൾ കാണിക്കുമ്പോൾ നല്ല ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഹെഡ്ലൈൻ കൊടുക്കുന്നു, ബൈ ലൈൻ കൊടുക്കുന്നു, ഡേറ്റ് ലൈൻ കൊടുക്കുന്നു. അടുത്തത് പ്ലേസ് ലൈനാണ്. എന്താണ് പ്ലേസ് ലൈൻ എന്ന് പറഞ്ഞാൽ? എവിടെയാണ് സംഭവം നടക്കുന്നത് അവിടെയാണ് ആ സ്ഥലത്തിൻ്റെ പേര്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ഏതൊക്കെയാണ്? 2 ചാപ്റ്റർ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഒന്ന്, സ്നേക്ക് ആൻഡ് ദ മിററിലെ ഇൻസിഡൻറ്റിനെ കുറിച്ചൊരു റിപ്പോർട്ട്. അപ്പോൾ ആ സംഭവം നടക്കുന്നത് എവിടെയാണ്? ബേപ്പൂരിലാണ്, അല്ലെങ്കിൽ കോഴിക്കോടാണ്, അല്ലെങ്കിൽ കേരളത്തിൽ ഏതൊരു സ്ഥലത്താണ്. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് പ്രൊജക്ട് ടൈഗർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഷൂട്ടിംഗ് സീനിനെ കുറിച്ച്, ടൈഗർ വയലൻ്റ് ആയതിനെ കുറിച്ച് നമുക്കൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾ പ്ലേസ് ലൈൻ്റെ സ്ഥലത്ത് ബൊറാൽന്നോ നോർത്തൻ ഗ്രാമെന്നോ കൊടുക്കുക. നോർത്തൻ ഗ്രാം എന്ന് കൊടുക്കുന്നതായിരിക്കും നന്നാവും, അല്ലെങ്കിൽ ബൊറാൽന്ന് കൊടുക്കുക. അപ്പോൾ പ്ലേസ് ലൈൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അഡ്വഞ്ചേഴ്സിനെ പണിയിട്ടുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇവിടെ ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഗ്രേ സ്ക്വിറൽ ആൻഡ് വൈറ്റ് റാറ്റിനെ കുറിച്ച്. ഇതാണ് നമുക്ക് പ്രധാനപ്പെട്ട 3 ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡേറ്റ് ലൈൻ കൊടുക്കുന്നു. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു പാരഗ്രാഫിൽ നീട്ടി വലിച്ച് എഴുതുക എന്നുള്ളതല്ല. ആദ്യത്തെ പാരഗ്രാഫ്, അതിലെ പ്രധാനപ്പെട്ട മേജർ പോയിന്റ്സ് എഴുതുന്ന പാരഗ്രാഫിനെ നമ്മൾ ലീഡ് പാരഗ്രാഫ് എന്ന് വിളിക്കും. ആ പാരഗ്രാഫിൽ നിങ്ങൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ പറ്റുന്നത് പോലെ ഉത്തരം കൊടുക്കണം. എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? വാട്ട്, വേർ, വൈ, വെൻ, ഹൂ. ഈ ചോദ്യങ്ങൾ, അതായത് ആരെക്കുറിച്ചാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, എവിടെയാണ് ന്യൂസ് നടന്നത്, സംഭവം നടന്നത്, എങ്ങനെയാണ് നടന്നത്, എപ്പോഴാണ് നടന്നത്, ദെൻ ആരൊക്കെ ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയുക. സോ അതിനെയാണ് ലീഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി തൊട്ടടുത്ത പാരഗ്രാഫിനെ നമ്മൾ എന്ത് വിളിക്കും? തൊട്ടടുത്ത പാരഗ്രാഫിനെ നമ്മൾ ബോഡി എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ ആ തന്നിരിക്കുന്ന മേജർ കാര്യങ്ങൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും, ന്യൂസ് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശം ഓർഡർ മനസ്സിലാവുന്നുണ്ടല്ലോ. തൊട്ട് താഴെ, അതായത് ഈ ബോഡി ഓഫ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ അവസാനം ഒരു 1/2 മാർക്കൊക്കെ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്ന ഒരു കാര്യമാണ്, അത് കൊട്ടേഷനാണ്. എന്താണ് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ? ആ സംഭവം, ഇപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ആ സംഭവവുമായി റിലേറ്റ് ചെയ്ത ആരെങ്കിലും ഒരാൾ പറയുന്ന ഒരു കമൻറ്റ്, പറയുന്ന ഒരു ഒപ്പീനിയൻ, അത് നിങ്ങൾ എന്ത് ചെയ്യുക? കോട്ട് ചെയ്യുക. ഇന്നാളിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോട്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ കാണിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാവും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് എന്ത് ചെയ്യുക? ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ഇത് അതേ ഫോർമാറ്റിലാണോ നോക്കി? അതേ ഫോർമാറ്റിലാണ്. ആദ്യം നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഹെഡ്ലൈൻ ആണ് കൊടുക്കേണ്ടത്. ഹോമിയോപ്പത്സ് ഹൗസ് റോബ്ഡ്. ഹോമിയോപ്പത്തിന്റെ വീട് കവർച്ച ചെയ്യപ്പെട്ടു. ബർഗ്ലർ ലീവ്സ് നത്തിങ് ബിഹൈൻഡ്. കവർച്ചക്കാരൻ ഒന്നും ബാക്കി വെച്ചില്ല. ഇങ്ങനെ നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു. അടുത്തത് ബൈ ലൈനാണ്. ഒന്നുമില്ലടാ, ബൈ ലൈൻ എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റാഫ് റിപ്പോർട്ട്. ഏത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിച്ചാലും ഹെഡിങ് എഴുതുക, എന്നിട്ട് സ്റ്റാഫ് റിപ്പോർട്ട് എന്ന് എഴുതുക, എന്നിട്ടൊരു ഡേറ്റ് കൂടെ കൊടുക്കുക. ഇത്രയായി. അതിനുശേഷം എന്താണ്? പ്ലേസ് ലൈൻ ബേപ്പൂരാണ്. ഇനി ആദ്യത്തെ പാരഗ്രാഫ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, ലീഡ് പാരഗ്രാഫ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫ് എന്താ വിളിച്ചത് നമ്മൾ?
യെസ്, മെയിൻ പാരഗ്രാഫ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, ബോഡി ഓഫ് ദ ന്യൂസ് പേപ്പർ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ലീഡ് പാരഗ്രാഫിൽ എന്തൊക്കെയാണ് പറയുന്നത്? എ ഹോമിയോപ്പത്ത് ഹൗസ് ഇൻ ബേപ്പൂർ വാസ് റോബഡ് ലാസ്റ്റ് നൈറ്റ്. സിമ്പിൾ, ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. എന്താണ്? ബേപ്പൂരിലെ ഒരു ഹോമിയോപ്പത്തിന്റെ വീട് കഴിഞ്ഞ രാത്രി കവർ ചെയ്യപ്പെട്ടു. ദ പോലീസ് കൺഫേംഡ് ദാറ്റ് ദ ഹോമിയോപ്പത്ത് വാസ് നോട്ട് അറ്റ് ഹോം ഡ്യൂറിംഗ് ദ റോബറി. പോലീസ് കൺഫേം ചെയ്തിട്ടുണ്ട് റോബറിയുടെ സമയത്ത് അയാൾ വീട്ടിലുണ്ടായിരുന്നില്ല. ദ തെഫ്റ്റ് ഹാപ്പൻഡ് അറൌണ്ട് 1 AM. എപ്പോഴാണ് സംഭവിച്ചത്? 1 മണിക്കാണ്. സോ ദ നെയ്ബേഴ്സ് ഡിഡ്ന്റ് ഹിയർ എനിത്തിങ് വൈൽ ദേ വർ അസ്ലീപ്. അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊന്നും കേട്ടില്ല. ദ ലോക്കൽ പോലീസ് ഹാവ് രജിസ്റ്റേർഡ് ദ കംപ്ലയിന്റ് ആൻഡ് ആർ ലുക്കിംഗ് ഫോർ ദ തീഫ്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത പാരഗ്രാഫിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. In the first stage of investigation, ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷനിൽ the police found that the homeopath was at home before the robbery. റോബറിക്ക് മുമ്പ് പുള്ളിക്കാരൻ വീട്ടിലുണ്ടായിരുന്നു എന്ന് കണ്ടെത്തുന്നുണ്ട്. Some people in the area saw someone running away from the homeopath's house around midnight. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ്? നമ്മൾ മസാല ചേർക്കുന്നതാണ്, നമ്മൾ എക്സാജറേറ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ആഡ് ഓൺ ചെയ്യാം. ഇത് നോക്കൂ, the doctor later said that it was him who was running. ഡോക്ടർ പിന്നീട് പറഞ്ഞു ആ ഓടിയത് ഞാനായിരുന്നു. away from after seeing a cobra in the house. വീട്ടിലൊരു കോബ്രയെ കണ്ടുകൊണ്ട് ഞാൻ ഓടിയത് നിങ്ങൾ കണ്ടത്. he also mentioned that he had forgotten to lock the door because he was so scared. ഭയങ്കര സ്കേർഡ് ആയതുകൊണ്ട് ലോക്ക് ചെയ്യാൻ മറന്നുപോയി എന്നൊക്കെ പറയുന്നു. അവസാനം നമ്മൾ കമന്റ് കൂടെ കൊടുക്കുന്നു. the homeopath said, ഹോമിയോപതി പറയുന്നുണ്ട്, the thief left behind the dirty vest. അല്ലേ, ആ തീഫ് എന്ത് മാത്രം അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്? ഒരു ഡേർട്ടി വെസ്റ്റ് മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്. he commented that the thief must have such a sense of cleanliness because he only left behind the dirty vest. സോ ഇത് ഹോമിയോപ്പതിൻ്റെ കമന്റ് ആണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാം, ആഡ് ഓൺ ചെയ്യാം നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച്. പക്ഷേ ഈ ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, മറന്നു പോകാതിരിക്കുക. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് 7 മണിയുടെ ലൈവിൻ്റെ കാര്യം മറന്നു പോകരുത്. അവിടെ നമ്മൾ പവറായിട്ട് പഠിക്കും. സോ ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. ഹാപ്പി ലേണിംഗ് എവറിബഡി.